ഗണേഷ് കുമാറും മമ്മൂട്ടിയും തമ്മിൽ എന്താണ് പ്രശ്നം? ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂവിലാണ് ഗണേഷ് കുമാർ ആദ്യമായിട്ട് ഇങ്ങനെ മമ്മൂക്കയായിട്ട് അധികം അഭിനയിച്ചിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് എന്ന രീതിയിൽ, പക്ഷെ അദ്ദേഹം എന്തോ എന്നെ ഇഷ്ടമല്ല എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ വീണ്ടും ഇതുപോലെ മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു പരാമർശമൊക്കെ വന്നിരുന്നു. അതിന്റെ കൂടെ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം, അതാണ് ആ കൂടുതൽ ചർച്ചയായത്. അതിന്റെ കൂട്ടത്തിലാണ് ഈ മമ്മൂട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ചയായത്. അപ്പൊ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ദിലീപുമായി ഗണേഷ് കുമാറിനുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയണം. അതായത് ദിലീപ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണ വിധേയനായപ്പോൾ അന്ന് അമ്മ സംഘടനയിലെ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ അന്ന് ഒരുപാട് ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ദിലീപിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഒരാൾ ഗണേഷ് കുമാർ ആയിരുന്നു. ഇന്നും സോഷ്യൽ മീഡിയയിൽ ആ ഒരു ക്ലിപ്പൊക്കെ എടുത്തിട്ടാണ് ആളുകൾ ഗണേഷ് കുമാറിനെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നത്. കാരണം അന്ന് ഗണേഷ് കുമാറും മുകേഷും രണ്ടുപേരും അന്ന് എന്താ പറയുക, ജനപ്രതിനിധികളാണ്, MLA മാരാണ്. അന്ന് അവർ പറഞ്ഞിരുന്നത് രണ്ടുപേരും അമ്മയുടെ മക്കളാണ്, നടിയും അമ്മയുടെ മകളാണ്, ദിലീപും അമ്മയുടെ മകനാണ്, രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണ്. അതായത് രണ്ടുപേർ കുറ്റാരോപിതൻ മാത്രമാണ് ദിലീപ് എന്ന രീതിയിൽ ദിലീപിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീപ് അറസ്റ്റായ സമയത്ത് പറഞ്ഞിരുന്നത് അമ്മയ്ക്ക് എല്ലാവരും മക്കളായിരിക്കും, പക്ഷെ കുറ്റം ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടണം, ആ രീതിയിലും സംസാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ദിലീപുമായി അദ്ദേഹം നല്ല ബന്ധത്തിലൊക്കെ തന്നെയായിരുന്നു. ഇവിടെ ദിലീപിന്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ബാലൻ വക്കീലാണ് തോന്നുന്നു, അതിലേതൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് പോലും ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ, കുറച്ചു കാലം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്, എനിക്ക് വളരെ നന്ദിയുള്ള, അല്ലെങ്കിൽ ഞാൻ എന്നും ഓർക്കുന്ന രണ്ടുപേര്, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന രണ്ടുപേര് എന്ന് പറഞ്ഞാൽ ഒന്ന് സിദ്ദിഖും ഒന്ന് ഗണേഷ് കുമാർ, സിദ്ദിഖ് കെ ഗണേഷ് ഏട്ടനുമാണ് എന്നാണ് ദിലീപ് പറഞ്ഞത്. അപ്പോൾ ദിലീപിനെ എന്നും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. ഈ അടുത്ത് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെ പണ്ട് അമ്മ സംഘടനയിൽ നിന്നൊന്നും ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ പൃഥ്വിരാജ് മാപ്പ് പറയണം എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ഒരു 3 പേരിൽ ഒരാൾ ഗണേഷ് കുമാറാണ്, മറ്റേത് ദിലീപാണ് എന്നും പറഞ്ഞിരുന്നു. മറ്റേത് എനിക്ക് തോന്നുന്നു സിദ്ദിഖാണ് തോന്നുന്നു. എന്തായാലും അന്ന് ദിലീപിന്റെ പേരും ഗണേഷ് കുമാറിന്റെ പേരും എടുത്ത് മല്ലിക പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ഗണേഷ് കുമാറിനെ സിനിമയിലോട്ട് കൊണ്ടുവന്നത് ഈ പറയുന്ന മല്ലികയും സുകുമാരനാണ്. കാരണം ഇരകൾ എന്ന് പറയുന്ന KG ജോർജിന്റെ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഗണേഷ് കുമാർ നായകനായിട്ട് വരുന്നത്. അന്ന് വളരെ ചെറുപ്പമാണ്, 20 വയസ്സെന്തോ പ്രായക്കുള്ളൂ ഗണേഷ് കുമാർ. കോളേജിൽ പഠിച്ചിറങ്ങിയ സമയം, അത് പഠിക്കുന്ന സമയം എന്തോ ആയിരുന്നു. അപ്പൊ അന്ന് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞത് അത് മല്ലിക ചേച്ചിയും സുഖേട്ടനൊക്കെ നിർബന്ധിച്ച് എന്നെ അഭിനയിപ്പിച്ചതാണ്. കാരണം നമുക്കറിയാം, ഗണേഷ് കുമാർ KB ബാലകൃഷ്ണ പിള്ളയുടെ മകനാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അതുപോലെ തന്നെ സിനിമാ രംഗത്തൊക്കെ ഉള്ള എല്ലാവരോടും നല്ല ബന്ധമായിരുന്നു. കാരണം സിനിമയിൽ വരുന്നതിനും അദ്ദേഹം സിനിമാ നടനാവുന്നതിന് മുമ്പ് തന്നെ സിനിമയിലുള്ളവരുമായി നല്ല ബന്ധമാണ്. സിബി മലയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുത്താരംകുന്ന് PO എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അന്ന് ഗണേഷ് കുമാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത്, ഗണേഷിനാണ് അന്ന് ബാലകൃഷ്ണ പ്രസാദിന്റെ അടുത്ത് കൊണ്ടുപോയതും. അതിന്റെ പിന്നെ ബാലകൃഷ്ണ പ്രസാദ് ഒരാളെ വിട്ട് തന്ന് ഞങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു എന്ന് പറയാറുണ്ട്. ഡെന്നിസ് ജോസഫിന്റെ സിനിമകളിലൂടെയാണ് ഗണേഷ് കുമാർ പിന്നീട് നമുക്കറിയാം സംഘം പോലത്തെ സിനിമകൾ, നായർ സാബ് പോലെ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത സിനിമകളൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് ഗണേഷ് കുമാർ നല്ല ബന്ധമാണ്. ഗണേഷ് കുമാർ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ്. മോഹൻലാലുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധം. അദ്ദേഹം പറയാറുണ്ട്, മോഹൻലാലിനെ ചെറുപ്പം മുതലേ ഞാൻ ലാലേട്ടനെ ഞാൻ കാണുന്നതാണ്. കാരണം KB ബാലകൃഷ്ണപിള്ള സാറിന്റെ ലോ സെക്രട്ടറി ആയിരുന്നു മോഹൻലാലിന്റെ അച്ഛൻ. അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ്, സെക്രട്ടറി. അപ്പൊ അദ്ദേഹം ഒരുപാട് മന്ത്രിമാർ, DK നായർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയൊക്കെ ഒരു പേഴ്സണൽ സെക്രട്ടറി പോലെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ അറിയാം. ഗണേഷ് കുമാർ 2016 ഇലക്ഷൻ വന്നപ്പോൾ അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ജഗദീഷ് ഉണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥിയായിട്ട് അന്ന് ഭീമൻ രഘു ഉണ്ടായിരുന്നു. അന്ന് ഗണേഷ് കുമാറിന് വേണ്ടി ഇന്നസെന്റും മമ്മൂട്ടിയും നിവിൻ പോളിയും ദിലീപും ഉൾപ്പെടെ എല്ലാവരും, മോഹൻലാലും പോയി. അപ്പൊ അന്ന് മോഹൻലാൽ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ, അതായത് ഒരു പാർട്ടിക്കാരന്റെ രീതിയിലല്ല, ഗണേഷ് കുമാറിന്റെ ഒരു വ്യക്തിനെ ജയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ അന്ന് ജഗദീഷ് പറഞ്ഞിരുന്നു, അത് മോശമായി പോയി എന്ന രീതിയിൽ. അത് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന്, ഞാനും സഹപ്രവർത്തനം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞത്, ജഗദീഷ് എൻ്റെ ചേട്ടന്റെ കൂടെ പഠിച്ചതാണ്, എനിക്ക് ചേട്ടനെ പോലെയാണ്, പക്ഷെ ഗണേശൻ എൻ്റെ അനിയനാണ്, ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് എന്ന രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ച് പിന്നീട് അതൊക്കെ അവർ സോൾവ് ആക്കിയിരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ എപ്പോഴും പറയുന്നത് മോഹൻലാലിനായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. ഇപ്പോൾ KSRTCയുടെ ഒരു അംബാസിഡർ ആയിട്ട്, അതിന്റെ ഗുഡ് വിൽ അംബാസിഡർ ആയിട്ടാണ് മോഹൻലാൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും ഗണേഷ് കുമാർ പറഞ്ഞത്, ഞാൻ തുടക്കം എന്ന് പറയണം, മോഹൻലാലിന്റെ മകൾ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ, മോഹൻലാലും ഗസ്റ്റ് റോൾ അഭിനയിക്കുന്ന ആ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ KSRTCയുടെ ഒരു പരസ്യം, അതിൽ നിങ്ങൾ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവണമെന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞത്, ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ പണം മേടിക്കണമാണ്, ഞാൻ പണം മേടിക്കുന്നില്ല, എനിക്ക് പണം വേണ്ടതിന്, അതുകൊണ്ട് ഞാൻ ഗുഡ് വിൽ അംബാസിഡർ എന്ന രീതിയിലാണ്. അതിന്റെ പരസ്യം ഷൂട്ട് ചെയ്തത് പ്രിയദർശനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അതിന്റെ ഒരു പ്രൊമോ കണ്ടിരുന്നു. പിന്നെ മോഹൻലാൽ KSRTCയുടെ പുതിയൊരു, എനിക്ക് തോന്നുന്നു ഡബിൾ ഡെക്കറോ അതുപോലെ എന്തോ ഒരു ബസ്സിൽ മോഹൻലാൽ ട്രാവൽ ചെയ്യണത്. അപ്പോൾ KSRTC
കോളേജിൽ പഠിക്കുമ്പോൾ KSRTC ബസ്സിൽ പോരുന്ന കഥകൾ, പഴയ ഓർമ്മകളും ഒക്കെ മോഹൻലാൽ പറഞ്ഞിരുന്നു. അപ്പൊ ഗണേഷ് കുമാർ മോഹൻലാൽ തമ്മിൽ വളരെ അടുപ്പമാണ്. ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞ നേര് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ എനിക്കതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം ആ സമയത്ത് നിയമസഭ തുടങ്ങുന്ന ഒരു സമയമാണ്, ഇവർ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തൊരു സമയം. പക്ഷെ എനിക്ക് വേണ്ടി മോഹൻലാൽ അഭിനയിക്കാൻ ഇരുന്നിരുന്ന ഒരു അന്യഭാഷ സിനിമ മാറ്റിവെച്ച് ആ ഒരു ഡേറ്റിലോട്ട് നേര് കൊണ്ടുവന്ന് അങ്ങനെ എന്നെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ മോഹൻലാലുമായി വളരെ അടുപ്പമാണ്. ദൃശ്യം 2 അഭിനയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൃശ്യം 3 എന്നുള്ളത് അറിയില്ല. എന്തായാലും മോഹൻലാലുമായി വളരെ അടുപ്പാണ്. മോഹൻലാലിന്റെ ഗണേഷ് കുമാറിന്റെ തുടക്കാലത്തെ സിനിമകളിലൊക്കെ മോഹൻലാലിന്റെ വന്ദനം പോലത്തെ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുള്ള മോഹൻലാലുമായിട്ടുള്ള സീൻസും കോമ്പിനേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ബാന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ എനിക്ക് വളരെ മോശം ഒരു അനുഭവം നേരിട്ടു എന്നാണ്. അതായത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ, ഒരു സീനിയർ ആക്ടറോട് പെരുമാറുന്ന പോലെയല്ല, എന്നെ വളരെ മോശമായിട്ട്, അത് ഞാൻ ഇല്ലാത്ത സമയത്ത് കോമ്പിനേഷൻ സീൻസ് ഞാൻ ഇല്ലാതെ എടുത്തു. ദിലീപ് പോലും അന്ന് എന്റെ കൂടെ നിന്നില്ല, ദിലീപ് ഉൾപ്പെടെ എന്നോട് മോശമായി പെരുമാറി എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ ഒരു ചർച്ചയിരിക്കുന്ന ഒരു കാര്യം. കാരണം ദിലീപിനെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. ഇപ്പോ ഞാൻ ഒരു ട്രോള് കണ്ടത്, ദിലീപ് എന്നോട് അപമര്യാദയായി പെരുമാറി ബാന്ദ്രയുടെ സെറ്റിൽ എന്നും പറഞ്ഞ് അതിന്റെ കൂടെ തന്നെ ദിലീപിനെതിരെ സർക്കാർ അപ്പീൽ പോയിരിക്കുന്നു. നമുക്കറിയാം ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി വിട്ടതാണ്. അപ്പോൾ ദിലീപിനെതിരെ സർക്കാർ അപ്പീൽ പോയിരിക്കുക എന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗണേഷ് കുമാർ ഇപ്പോൾ നമുക്കറിയാം മന്ത്രിയാണ്, ഇടതുപക്ഷ സർക്കാരിന്റെ ആളാണ്. ഇപ്പുറത്തെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ ദിലീപിനെതിരെ ഈ പറയുന്ന പോലെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ തന്നെ പറയാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടാണോ ഗണേഷ് കുമാർ പെരുമാറുന്നത്? ഇന്നലെ വരെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത ഗണേഷ് കുമാർ ഇന്ന് ഈ ഒരു രീതിയിലോട്ട് ദിലീപിന്റെ പേര് ഇപ്പോൾ ബാന്ദ്രയിൽ വലിച്ചടിച്ചത് എന്തെങ്കിലും ഒരു പ്ലാന്റ്, എന്തെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ അജണ്ട, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അതെന്തെങ്കിലും ആണോ എന്നുള്ളതും പറയുന്നത്. കൂട്ടത്തിലാണ് മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മമ്മൂട്ടി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മമ്മൂട്ടിനെ ഒരു റോൾ മോഡലായിട്ട് കാണുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2 വർഷം മുമ്പത്തെ ഒരു ഇന്റർവ്യൂ ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഞാൻ രണ്ടും കൂടി ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ അതിൽ ആദ്യത്തെ ഇന്റർവ്യൂവിൽ, പഴയ ഇന്റർവ്യൂവിൽ പറയണത് മമ്മൂട്ടിയുമായി ഞാൻ അഭിനയിച്ചിട്ട് ഒരുപാട് നാളായി, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല, അതെന്താണെന്ന് അറിയില്ല. ഒരു കിങ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് അതിനുശേഷം അഭിനയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാനൊരു ലിസ്റ്റ് എടുത്തത്, പക്ഷേ കിങ് കഴിഞ്ഞിട്ടും ട്രൂത്തിലും ദാദാ സാഹിബിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ട്രൂത്തിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ഒരു ഗ്യാങ്ങിൽ തന്നെയുള്ള ആ ഒരു പോലീസ് ഓഫീസറിന്റെ ഗ്യാങ്ങിലുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 2000-ന് ശേഷം അധികം സിനിമ ഇല്ല, അതായത് മമ്മൂട്ടിയുമായി അഭിനയിച്ചിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരു 25-26 വർഷമായി. അപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞു ഒരുപാട് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് എന്താ ഇഷ്ടമല്ല, അതെന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം അമ്മ സംഘടനയുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന ആദ്യത്തെ മീറ്റിംഗ് 2021 തോന്നുന്നു. ആ ഒരു സമയത്ത് മീറ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അന്ന് ഗണേഷ് കുമാറുണ്ട്. മമ്മൂട്ടി അന്ന് കമ്മിറ്റിയിലൊന്നുമില്ല, പക്ഷെ മമ്മൂട്ടി അന്ന് ഇവരോടൊപ്പം ഒരു സീനിയർ ആർട്ടിസ്റ്റ് രീതിയിൽ ഇവരുടെ കൂടെ അന്ന് വേദിയിലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് മമ്മൂട്ടി ഇറങ്ങിപ്പോവാൻ വേണ്ടി പോകുമ്പോൾ ഗണേഷ് കുമാറിനോട് മാറാൻ പറയുമ്പോൾ ഗണേഷ് കുമാർ എന്തോ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖത്തൊരു ദേഷ്യം എന്ന രീതിയിലാണ് അതിൽ ഗണേഷ് കുമാർ പറയുന്നത് വെച്ചിട്ട് ആളുകൾ പറഞ്ഞിരിക്കുന്നത്, വേണമെങ്കിൽ എന്റെ പുറകെ കൂടെ പൊക്കോളോ എന്ന രീതിയിൽ ഗണേഷ് കുമാർ മാറി അങ്ങോട്ട് പോകാനാണ് മമ്മൂട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു അസ്വാരസ്യം ഈ മീറ്റിങ്ങുകളുടെ ഇടയിലൊക്കെ ഈ ഒരു ക്ലിപ്പ് ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ മമ്മൂട്ടിക്ക് ഇഷ്ടമല്ലാത്ത, അവർ തമ്മിൽ തെറ്റാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. മമ്മൂട്ടി എല്ലാവരുമായി നല്ല ബന്ധത്തിലാണ്, മോഹൻലാൽ ആയാലും ഒക്കെ അതെ. കാരണം എല്ലാവരും എന്ത് പ്രശ്നം, നമ്മളിപ്പോ ഈ ദിലീപുമായി ബന്ധപ്പെട്ട പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സിനിമാ സംഘടനകൾ 2 ചേരിയിൽ നിന്നാൽ പോലും നമ്മൾ കാണുന്നത് കൂടുതൽ ആളുകൾ മമ്മൂട്ടിനെ സപ്പോർട്ട് ചെയ്ത്, അതായത് എന്ത് പറഞ്ഞാലും മമ്മൂക്കയും ലാലേട്ടനും ഞങ്ങളുടെ ഗുരുക്കന്മാരാന്ന രീതിയിലാണ് പറയുന്നത്. ഗണേഷ് കുമാർ പോലും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നെങ്കിൽ പോലും, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മമ്മൂട്ടി ആയിട്ട് പ്രശ്നമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ പോലും ഗണേഷ് കുമാർ ഒരിക്കലും അമ്മ സംഘടനയിൽ വലിയൊരു പ്രശ്നം വന്ന് മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചപ്പോഴും, കഴിഞ്ഞ വർഷം രാജിവെച്ച് പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത്, അമ്മ സംഘടന ഉണ്ടാക്കിയെടുക്കാൻ തുടക്കം കുറിച്ച ആളുകൾ ഒന്ന് ഞാനും മണിയമ്പിള്ള രാജും സുരേഷ് ഗോപിയും ഒക്കെ കൂടിയാണ്. ആ അമ്മ സംഘടന ഒന്ന് തകർന്നിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ മമ്മൂട്ടി മോഹൻലാലും തന്നെ വേണം. മമ്മൂട്ടി മോഹൻലാലും ഇല്ലെങ്കിൽ സംഘടന കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അതുപോലെ റെസ്പെക്ട് മമ്മൂട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സീനിയർ ആക്ടറെ, ഒരു വ്യക്തിനെ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ഗണേഷ് കുമാർ. അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം സുരേഷ് ഗോപിയുമായിട്ടുള്ളത്. സുരേഷ് ഗോപിയായിട്ട് ഇപ്പൊ മറ്റേ മോനെ എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ വെച്ചിട്ടാണ്. കാരണം സുരേഷ് ഗോപി എയിംസ് വരില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിനെ കളിയാക്കുന്ന രീതിയിൽ ഗണേഷ് കുമാർ ഒരിക്കൽ പറഞ്ഞപ്പോഴാണ് മറുപടിയായിട്ട് സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞു. ആ മറ്റേ മോനെ എന്ന് ഉദ്ദേശിക്കുന്ന ഗണേഷ് കുമാറിനെ ആണെന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു. ചിലപ്പോൾ അത് തന്നെയാവാം. പക്ഷെ ഇതിനു മുമ്പ് വേറൊരു ഇന്റർവ്യൂവിലും ഒരു മാസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഗണേഷ് കുമാർ പറഞ്ഞു, എനിക്ക് സുരേഷ് ഗോപിയുടെ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം
എന്താ പറയാ, ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കഴിക്കുന്ന അതൊക്കെ മറക്കണം. പക്ഷെ സുരേഷ് ഗോപി മനസ്സിൽ എന്തൊക്കെയോ വൈരാഗ്യം വെച്ചിട്ടൊക്കെ തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. എനിക്ക് സുരേഷിനോട് ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം സുരേഷ് ഗോപിയായിട്ടുള്ള പഴയ ബന്ധങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന, ഒരുമിച്ച് അഭിനയിച്ച കഥകളും എല്ലാം പറയാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗഗനാചാരി എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയിൽ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് അഭിനയിച്ചിട്ടുണ്ട്. ഗോകുൽ സുരേഷിന്റെ കൂടെ ത്രൂ ഔട്ട് റോളാണെന്ന് ഗണേഷ് കുമാർ അഭിനയിച്ചത്. എന്നിട്ട് പറഞ്ഞ ആ ഒരു സിനിമ കണ്ട് എന്റെ പെർഫോമൻസിനെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ച ആളാണ് സുരേഷ് ഗോപി. പിന്നെ ഗണേഷ് കുമാറിന്റെ മകനും സുരേഷ് ഗോപിയുടെ മകനും വളരെ ഉറ്റ സുഹൃത്തുക്കളാണ്. അവർ ഒരുമിച്ച് തന്നെയാണ് പലപ്പോഴും ട്രാവൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗഗനാചാര്യയുടെ സിനിമ കാണാൻ ഗണേഷ് കുമാറിന്റെ മകനും വന്ന് സുരേഷ് ഗോപിയുടെ മക്കളൊക്കെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞു, എനിക്ക് ആരോടും വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുമായി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ചാണ്ടിയും രാഷ്ട്രീയപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞപ്പോൾ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് ഗണേഷ് കുമാർ പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ വരണതിന് മുമ്പ് രാഷ്ട്രീയത്തിലുള്ള ആളാണ് ഞാൻ. ചാണ്ടി ഉമ്മന് പല കഥകളും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ആരോ പറയിപ്പിക്കുന്നതാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ എലക്ഷൻ വരികയാണ്. ഗണേഷ് കുമാർ ഇപ്പോൾ പല ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഇലക്ഷനോടനുബന്ധിച്ച് രാഷ്ട്രീയക്കാരെല്ലാവരും വളരെയധികം PR വർക്ക് നടത്തുന്നുണ്ട്. അവർക്കൊരു പോസിറ്റീവ് ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാ വഴിക്കും നടത്തുന്നുണ്ട്. ഇന്റർവ്യൂസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള പോസ്റ്റുകൾ പോസിറ്റീവായിട്ട് വരുന്നതൊക്കെ PR ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ ഗണേഷ് കുമാറിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തിരുന്ന ദിലീപിനെ ഇപ്പൊ വീണ്ടും വലിച്ചഴിച്ച് ഒരു എന്താ പറയുക, ഒരു കുറ്റം ചാർത്തിയിരിക്കുകയാണ്. പിന്നെ മമ്മൂട്ടിയെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ്, അത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിനെ വളരെ പുകഴ്ത്തിയുമാണ് സംസാരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കും ഒരു ഡോസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും അറിയില്ല. ഇതിൽ രാഷ്ട്രീയമുണ്ടോ അതോ അദ്ദേഹം വെറുതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള സംസാരങ്ങളുടെ ഇടയിൽ പറഞ്ഞു പോകുന്നതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് അദ്ദേഹം സിനിമയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളും ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ AC മുറിയിൽ കുട്ടിക്കാലത്തേക്ക് ജീവിച്ചു വളർന്ന ആളാണ്. പിന്നീട് ഞാൻ സിനിമയിൽ പോയപ്പോൾ ആദ്യത്തെ സിനിമ ഞാൻ നായകനായിട്ട് വന്നു. എനിക്ക് വലിയ നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ മന്ത്രിയുടെ മകനല്ലേ എന്നും പറഞ്ഞ എന്നെ പ്രൊഡക്ഷൻ മാനേജർമാർ എന്നെ വളരെയധികം ഹറാസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ മോശം ട്രീറ്റ്മെന്റ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ വളരെ മോശം ട്രീറ്റ്മെന്റ് ഞാൻ 19-20 വയസ്സ് മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ എനിക്ക് അതുപോലെ ഒരു മോശം ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ സിനിമ വിടണോ എന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും ഒന്ന് അതിജീവിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ മോഹൻലാലുമായി അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഗണേഷ് കുമാർ ഉദ്ദേശിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് അദ്ദേഹം കാഷ്വലായിട്ട് പറയുന്നതാണോ അതോ ഇനി ഇത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യുക.